നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നേരം ഇരുട്ട് വെളുത്തെന്ന് തോന്നുന്നു. അതെ, മമതാ ബാനർജിക്ക് ബോധോദയം ഉണ്ടായിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ആസ്ഥാനത്ത്, അതായത് ന്യൂഡൽഹിയിലെ കോൺഗ്രസിന്റെ കേന്ദ്ര ആസ്ഥാനത്ത് ചെന്ന് സോണിയാഗാന്ധിയുടെ അടുക്കൽ ചെന്ന് അവരെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ രക്ഷിക്കണം മാഡം ജി. കൃത്യമായി അവർ മമതാ ബാനർജിയോട് സഹോദര തുല്യമായ വാത്സല്യത്തോടെ പഴയ ആ സ്നേഹവായ്പോടുകൂടി അവരെ വലിയ രീതിയിൽ സ്വീകരിച്ചു. ബംഗാളിൽ ഇപ്പോൾ ഒരു കുഞ്ഞു പോലും മമതയെ നോക്കി ചിരിക്കുന്നില്ല, അവരെ നോക്കി വിഷ് ചെയ്യുന്നില്ല. അതിന് കാരണം അവരുടെ 15 കൊല്ലത്തെ ധാർഷ്ട്യം തന്നെയാണ്. അധികാരം കിട്ടിയപ്പോൾ കോൺഗ്രസിനോട് കാണിച്ച ധാർഷ്ട്യം, അതിനുശേഷം ഒരു ജനതയോട് മുഴുവൻ കാണിച്ച ധാർഷ്ട്യം, കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലായ്മ ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് എന്ത് പിറപ്പുകേടും കാണിച്ച മമതയ്ക്ക് കാലം കാത്തിരുന്നത് ഏറ്റവും വലിയ കയ്പ് നീര് തന്നെയാണ്. ഇപ്പോൾ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ മുമ്പിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. അതൊന്നുമല്ല കാര്യം. മമതാ ബാനർജിക്ക് അറിയാം ഇനി തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് പോകില്ല. എന്നാൽ സ്വന്തം പാർട്ടിയെ മൊത്തത്തിൽ കോൺഗ്രസിലേക്ക് ലയിപ്പിച്ച് പഴയ മാതൃപാർട്ടിയാക്കി കൊണ്ടുപോയാൽ എന്ത്? അതിനും തയ്യാറാണ് മമതാ ബാനർജി. അതെ, തിരിച്ച് കോൺഗ്രസിലേക്ക് പോകാൻ മമത തയ്യാറാകുന്നു. ഇനി തൃണമൂൽ കോൺഗ്രസ് എന്ന രീതിയിൽ അധിക നാൾ ബംഗാളിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ബംഗാളിൽ മമത അധികാരത്തിലിരുന്നപ്പോൾ കാണിച്ചു കൂട്ടിയ സകലമാന നെറുകേടുകളിൽ അത് കൃത്യമായി തിരിച്ചടിയായി വരുമെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് മമത പഴയ മാതൃപാർട്ടിയിലേക്ക് സ്വന്തം പാർട്ടിയെ ലയിപ്പിക്കാൻ തീവ്ര ദീക്ഷയെടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 98-ൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാപിച്ചത് തന്നെ കോൺഗ്രസിൻ്റെ അംഗത്വം രാജിവെച്ചുകൊണ്ട് മമതയും അനുയായികളായ കുറച്ച് കോൺഗ്രസ് നേതാക്കളും ചേർന്നാണ്. അതായത് ഒരു റാഡിക്കൽ മൂവ്മെൻറ്റ് എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ മോഡറേറ്റ് സമീപനം ശരിയല്ല എന്ന് കരുതി ഒരു എക്സ്ട്രീം റാഡിക്കൽ സമീപനം, അതായിരുന്നല്ലോ തൃണമൂൽ കോൺഗ്രസ്. ഇപ്പോൾ 29-ൽ 20 പേരും BJP-യിലേക്ക് പോകുമ്പോൾ ബാക്കി 9 പേരെയെങ്കിലും കൃത്യമായി നിർത്താനുള്ള നീക്കം. അതിനുവേണ്ടി തൃണമൂലല്ല കോൺഗ്രസിലേക്ക് മർജിപ്പിക്കേണ്ടി വന്നാൽ അതിനും തയ്യാറാണ് താൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് മമതാ ബാനർജി. ഒത്തൊരുമിച്ച് നിന്നാൽ എല്ലാവർക്കും കൊള്ളാം എന്നൊരു വാക്യം മാത്രമേ സോണിയാഗാന്ധി ഉരുവിട്ടുള്ളൂ എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. അതെ, ബംഗാളിൽ 29 തൃണമൂൽ MP-മാരിൽ 20 പേരും BJP-യിലേക്ക് ചേരാനുള്ള നീക്കം വരുമ്പോൾ 9 പേർ കോൺഗ്രസിലേക്ക് ചേരാനുള്ള നീക്കമാണ്. മഹുവ മൊയ്ത്ര, സൈനി ഘോഷ് എന്നിവരൊക്കെ ശക്തമായി ഇന്ത്യ മുന്നണിയോട് ഒപ്പം ചേർന്ന് നിൽക്കുന്നവരാണ്. സംഘപരിവാറിൻ്റെ അജണ്ടയെ നഖശിഖാന്തം എതിർക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ആളാണ് മഹുവ മൊയ്ത്ര. അതിൻ്റെ പേരിൽ അവർ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് അസഹനീയമായ വേട്ടയാടലുകൾ എല്ലാവർക്കും അറിയാം. മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും മമതാ ബാനർജിയുടെ ഈ കൂടിക്കാഴ്ച വെറുതെയാകില്ല എന്ന് ഉറപ്പ് കൊടുത്തിരിക്കുന്നു സോണിയാഗാന്ധിയും കോൺഗ്രസ് പ്രസ്ഥാനവും ഒരുപോലെ തന്നെ.